മച്ചാമാരെ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും ഒരു ലോങ് ജേണി പോവുകയാണ്. ഈ പ്രാവശ്യത്തെ ജേണി എൻ്റെ ലൈഫിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ പ്രാവശ്യത്തെ ജേണിയിൽ ഞാൻ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാതെയാണ് പോകുന്നത്. അപ്പോൾ എപ്പോൾ വരുമെന്ന് യാതൊരുവിധ ഉറപ്പുമില്ല. അങ്ങനത്തെ ഒരു ജേണി ലൈഫിലെ ഒരു ഇമ്പോർട്ടൻ്റ് മൊമെൻ്റ് ആണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ്. ഞാനിങ്ങനെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വൈഫ് വന്നിട്ട് പറയണത്, ഈ സിമ്പിളായിട്ട് ഇങ്ങനെ ചുരുട്ടിക്കൂട്ടിയൊന്നും പാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഉണ്ട പോലെ നമുക്ക് സ്പേസ് ഒന്നും നഷ്ടപ്പെടാതെ പാക്ക് ചെയ്യണം എങ്ങനെയെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. സാധാരണ നമ്മൾ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ കുറേ സ്ഥലത്ത് ചെല്ലുമ്പോൾ വലിച്ച് ഒരെണ്ണം പുറത്തിടും. അങ്ങനെ പുറത്തിട്ടാലും ഇത് സാരമില്ല, നമുക്ക് ആ സ്പേസ് പോകില്ല, ഇത് ചുളുങ്ങിയൊന്നുമില്ല. സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ടീഷർട്ടാണ് പാക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വിടർത്തി വെക്കുക. അതിനുശേഷം താഴത്തെ ഭാഗം ഇങ്ങനെ രണ്ടായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുക. അത് ഒരേപോലെ ഇങ്ങനെ മടക്കി വെക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഈ ഒരു കൈ രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് മടക്കുക. രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇത് കേൾക്കുമ്പോൾ ഓർക്കും ഞാനാണിത് പഠിപ്പിച്ചതെന്ന്. ഇല്ല, അവളാണ് കേട്ടോ എനിക്ക് പഠിപ്പിച്ചു തന്നെ. അപ്പോൾ അതിന് ശേഷം നമ്മൾ പൊക്കത്തു നിന്ന് വളരെ ടൈറ്റായിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ മടക്കിക്കൊണ്ട് താഴത്തോട്ട് വരിക. ഇങ്ങനെ താഴത്തോട്ട് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഈ സിമ്പിളായിട്ടുള്ള ഈ പരിപാടിക്ക് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സ്പേസ് അവിടെ ലാഭിക്കാൻ വേണ്ടി പറ്റും. അതിന് ശേഷം ഇതുപോലെ നമ്മൾ ആ താഴത്തെ ആദ്യം മടക്കിയില്ലേ, അത് വലിച്ച് ഇത് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടയായിട്ട് ടീഷർട്ട് കിട്ടും. ഇത് നമുക്ക് ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും വലിച്ച് പുറത്തിട്ടാലും ഒരു പ്രശ്നമില്ല, ഒന്നും പറ്റില്ല. നമ്മൾ പല സാധനങ്ങൾ മടക്കി കൂട്ടി ബാക്ക് പാക്ക് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തെർമലുണ്ട്, മെഡിസിൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ബാഗ് ഫില്ല് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അതുപോലെ ഇനി നമ്മുടെ ട്രാക്ക് സൂട്ട് എങ്ങനെയാണ് മടക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ വെക്കുക, സെറ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഒരു സൈഡ് ഇങ്ങനെ ഒരു പോലെ ആക്കി വെക്കുക. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇതുപോലെ ചെറുതായിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് താഴത്തോട്ട് വളരെ ചെറുതായിട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ മടക്കിക്കൊണ്ട് താഴത്തോട്ട് വരിക. അപ്പോൾ ഓൾറെഡി നമ്മൾ ആ മാറ്റി വെച്ചിട്ടുള്ള പോലത്തെ സാധനം ഇങ്ങനെ കറങ്ങി ചുറ്റി വരും. അതിന് ശേഷം ഇങ്ങനെ നമ്മൾ ആ കറങ്ങി ചുറ്റി വെച്ചിട്ടുള്ള ഭാഗമില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റിട്ട് അതിൻ്റെ പുറത്തോട്ട് വലിക്കുക. അതപ്പോൾ ഫില്ലായിട്ട് ഇങ്ങനെ ട്രാക്ക് സൂട്ട് സിമ്പിളായിട്ട് നിൽക്കും. എങ്ങനെയുണ്ട്? ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സ്പേസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. എപ്പോൾ വേണമെങ്കിലും ഫ്ലെക്സിബിളായിട്ട് എടുത്ത് മാറ്റാനും പറ്റും. ഇതുപോലെയാണ് ഞാൻ എൻ്റെ ബാക്ക് പാക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇനി ഏതെങ്കിലും യാത്രയിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇത് വളരെ ഉപകാരപ്പെടും. അപ്പോൾ എൻ്റെ വൈഫാണ് ഇത് സെറ്റ് ചെയ്ത് തന്നത്. താങ്ക് യു. നമ്മൾ ഇതുപോലെ ദീർഘദൂര യാത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലത്തെ സപ്പോർട്ടീവായിട്ടുള്ള ഭാര്യമാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. എൻ്റെ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്ത ജേണിക്ക് എങ്ങനെയുണ്ട്? ഒരു വിശ്വാസം പറഞ്ഞാലോ. എടാ നോക്ക്.